ഹീറോന്റെ ഡിവോഴ്സ് കേസ് ഹാൻഡിൽ ചെയ്ത് വക്കീൽ മരിക്കുന്ന സമയത്ത് ഇവൾ അവന്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വരുന്ന പോലീസുകാരാണെങ്കിൽ ഇവൾക്കും ആ ലോയർ തമ്മിൽ അഫയർ ഉള്ള രീതി സംസാരിക്കുകയാണ്. ഇത് പോരാതെ ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ പോലീസുകാരുടെ മുന്നിൽ വെച്ചോടെ ഹീറോനെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയും. ആ സമയത്ത് ഒരു പറയുന്നതെല്ലാം കേൾക്കുന്ന വക്കീലിന്റെ വൈഫ് ആണെങ്കിൽ ഹീറോ എന്തിനാണ് തനിച്ചവന്റെ റൂമിലേക്ക് പോയി അറിയാതെ ടെൻഷൻ ആവുകയാണ്. ഹീറോന്റെ ഫ്രണ്ട് ആയിരിക്കും നീ വിചാരിക്കുന്ന പോലെ ഇവർ തമ്മിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുക. പക്ഷെ അവളാണെങ്കിൽ ഹീറോനെ ചോദ്യം ചെയ്യാൻ തുടങ്ങണം വരെ സമയം ചോദിക്കും. അതിന് ഹീറോനെ രാവിലെ 3:30 എന്ന് പറയും. പുലർച്ചെ 3:30 ആകുമ്പോൾ നിന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ടാവും നിന്റെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അവന്റെ കൂടെ കിടക്കാനായിട്ട് നീ എത്ര രൂപ വാങ്ങിയെന്ന് പറഞ്ഞ് ഇവളെ ഹീറോന്റെ ഹസ്ബൻഡിനെ പോലെ വൃത്തിയായിട്ട് രീതി സംസാരിക്കുകയാണ്. അതിനുള്ളിൽ ഇവളുടെ ഏട്ടനും അവന്റെ വൈഫ് അങ്ങോട്ട് വരികയാണ്. പക്ഷെ വരുന്ന ഹോട്ടൽ മാനേജർ ആണെങ്കിൽ ഇവർ മൂന്നാളും ചേർന്ന് 2 റൂം എടുത്തു എന്ന് പറയും. അതിൽ ഹീറോയിനും അവളുടെ ഫ്രണ്ടിനും ഒരു റൂമും മറ്റവനും വേണ്ടി ഒരു റൂം ആയിരിക്കും ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കും ഹീറോന്റെ ഫ്രണ്ട് ആ സമയത്ത് അവിടെ പോയി ചോദ്യം വരിക. അതിന് അവളാണെങ്കിൽ ഞാൻ വൈകിട്ട് 6 മണിക്ക് എന്നെ അമ്മയ്ക്ക് സൂര്യത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയും. അങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ഹീറോനെതിരായിരിക്കും അവളൊരു തെറ്റായ പെണ്ണിനെ പോലെ കാണാൻ തുടങ്ങുകയാണ്. പക്ഷെ ഇവള് പോലും വിചാരിക്കാതെ അതുവരെ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇവളുടെ ഫ്രണ്ടിന് പോലും അവളുടെ മേലെ ഡൗട്ട് വരും. പുലർച്ചെ 3:30 ആകുമ്പോൾ നിനക്ക് എന്താണ് അവന്റെ റൂമിൽ കാര്യം പറഞ്ഞ് ഇവളും ആ സെയിം ചോദ്യം ചോദിക്കും. നിനക്ക് പോലും എന്നെ വിശ്വസില്ലല്ലോ പറഞ്ഞ് ഹീറോ സങ്കടപ്പെടുകയാണ്. പക്ഷെ ആ സമയത്ത് അവളാണെങ്കിൽ എനിക്ക് നിന്നെ വിശ്വാസമില്ല ഉണ്ട്. പക്ഷെ ആ സമയത്ത് നീ അവന്റെ റൂമിലേക്ക് പോകാൻ പാടില്ലായിരുന്നു പറയും. ഈ സൈഡ് ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ ലോയറിനോട് പോയിട്ട് അവന്റെ ഡിവോഴ്സ് കേസിനെ കുറിച്ചെല്ലാം പറയാണ്. എന്റെ വക്കീലെ കൊണ്ട് എനിക്ക് ഈ കേസ് ജയിക്കാൻ പറ്റും തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ കേസ് എടുക്കുമോ ചോദിക്കും. ഹീറോനെ എങ്ങനെയെങ്കിലും റിവെഞ്ച് എടുക്കാൻ തീരുമാനിക്കുന്ന വക്കീലാണെങ്കിൽ ആ കേസ് കൊടുക്കുകയാണ്. അതുവരെ ഇവൾക്ക് സപ്പോർട്ട് ആയിരുന്ന ഏട്ടന്റെ വൈഫ് ഇവൾ തെറ്റായി വിചാരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഹീറോനെ മനസ്സിലാക്കാതെ ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുകയാണ്. അവസാനം ചടങ്ങിന്റെ സമയത്താണെങ്കിൽ ഹീറോ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും. ബാക്കിയുള്ള എപ്പിസോഡെല്ലാം കാണാനായിട്ട് ഫുൾ വീഡിയോ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വീഡിയോക്ക് ലൈക്കും ചെയ്യുക.